നമസ്തേ. ഉള്ളിലുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന്റെ പുറത്തും അവന്റെ എൻവയോൺമെന്റിലേക്കും അവൻ പ്രതിഫലിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. ആത്മീയ ചിന്താധാരയായിട്ടുള്ള ഹെർമറ്റിസിസത്തിലെ പല പ്രിൻസിപ്പിൾസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഉള്ളിലുള്ളത് തന്നെയാണ് പുറത്തുള്ളതും പുറത്തുള്ളതാണ് ഉള്ളിലുള്ളതും എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ആരാധനാലയങ്ങളൊക്കെ ഇത്ര വൃത്തിയായിട്ടും പരിശുദ്ധമായിട്ടും സൂക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റിലേക്ക് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ പല പ്രശ്നങ്ങളുമായിട്ട് വന്ന് കയറുന്ന സമയത്ത് അവന് അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് ഒരാശ്വാസം ലഭിക്കാനായിട്ടൊക്കെ ഈ ഒരു എൻവയോൺമെന്റ് അവിടുത്തെ ഒരു ആംബിയൻസ് സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സങ്കേതങ്ങൾ അല്ലെങ്കിൽ തന്നെ പ്രകൃതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിന് വളരെ റിലീഫ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മലനിരകളെയും അതിൻ്റെ മുകളിലൂടെ നീങ്ങുന്ന മഞ്ഞിനെയും അതുപോലെ തന്നെ കാറ്റിനെയും കുളിരിനെയും പുഴകളെയും കടൽ തീരങ്ങളെയും തിരമാലകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഭൂരിപക്ഷം മനുഷ്യർ. പക്ഷെ ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡെവലപ്മെന്റ് ആർജിക്കാൻ വേണ്ടി പണ്ടുള്ളതിനേക്കാളും ദ്രുതഗതിയിൽ ഒരു ഗുരുവിന്റെ സഹായം ഇല്ലാതെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒരുപാട് പേർ അതിൽ സക്സീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്വന്തം പേഴ്സണാലിറ്റിയെ കൂടുതൽ പവർഫുൾ ആക്കുക, അല്ലെങ്കിൽ സ്വയം എങ്ങനെ തിരിച്ചറിയാം, തൻ്റെ ആത്മാവുമായിട്ട് എങ്ങനെ കൂടുതൽ അടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള മേഖലകളിലും നമ്മൾ ഒരുപാട് കുതിപ്പോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രബന്ധങ്ങളും തിയറീസും അതുപോലെ തന്നെ സ്പേസിലേക്കും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യരാശി ഒരുപാട് മുന്നേറി കഴിഞ്ഞു. പക്ഷെ മനുഷ്യൻ പുറത്തേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഉള്ളിലുള്ള അവൻ്റെ മുന്നേറ്റം മജോറിറ്റി ആയിട്ടുള്ള ആളുകളിലും എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഉയർച്ചയുടെ ഒരു മാറ്റം നമുക്ക് ഈ ഭൂമിയിൽ ദർശിക്കാൻ സാധിക്കുമെന്നാണ് ആത്മീയതയിലുള്ള ചിലർ വിശ്വസിക്കുന്നത്. ഒരു പാരഡൈം ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ വളരെയധികം ആളുകളെ നോക്കുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നോക്കുന്ന സമയത്തും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കാണാനായിട്ട് സാധിക്കും. വിവാഹമോചനങ്ങളുടെ എണ്ണം വളരെയധികം കൂടുന്നതായിട്ടും ഗാർഹിക പീഡനങ്ങളുടെ അവസ്ഥകൾ കൂടുന്നതായിട്ടും ക്രിമിനൽ സ്വഭാവവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിഹേവിയറുകളും പ്രദർശിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള അഗ്രഷൻ, ഫൈറ്റ്, അപകടങ്ങൾ, അതുപോലെ തന്നെ പീഡനങ്ങൾ തുടങ്ങി മാതാപിതാക്കൾ കുട്ടികളോട് പെരുമാറുന്ന ശരിയല്ലാത്ത രീതികളും അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെതായിട്ടുള്ള ബിഹേവിയറുകളും ഡ്രഗ്സിന്റെ യൂസേജും ഇമ്പൾസിവിറ്റിയും ഒക്കെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടിയും വഴക്കും ഉണ്ടാക്കുന്നതായിട്ടുള്ള കലിപ്പന്മാരെയൊക്കെയാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ കാര്യകാരണങ്ങളൊന്നും തിരക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങിത്തിരിഞ്ഞ് വഴക്കിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്ന ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ. കലിയുഗ പ്രവചനത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളിലും അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ കലിയുഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രഡിക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നോക്കുന്നത്. വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള മച്യൂരിറ്റിയുടെ പക്വതയുടെ കുറവ് അതുണ്ടാകുന്ന സമയത്ത് ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആളുകൾ ഇന്ന് ഹൈപ്പർ അഗ്രസീവായിട്ട് മാറുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവങ്ങളും ആളുകളിൽ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് സ്പിരിച്വാലിറ്റിയുടെ ബേസിൽ ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമല്ല മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഭാവിയെക്കുറിച്ച് മനുഷ്യന്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സിനെ പോലും ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതം പോലെയുള്ള ആ ഭാഗങ്ങളിലുള്ള കലിയുഗ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മനുഷ്യന്റെ സബ്റ്റിലായിട്ടുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ പോലും അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ആസ്പെക്ട്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും വൈകാരിക അപക്വത എന്ന് തന്നെ നമുക്ക് പറയാം. അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒരുപാടായിട്ട് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത്. അതെങ്ങനെ തിരിച്ചറിയാം, അത് എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വൈകാരികമായിട്ടുള്ള ഇമ്മച്യൂരിറ്റി എങ്ങനെ തിരിച്ചറിയാം. പ്രധാനമായിട്ടും നമ്മൾ ഒരു സ്പിരിച്വാലിറ്റിയുടെ ആസ്പെക്ട്സിലാണ് ഇപ്പൊ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആത്മാവുമായിട്ട് മനുഷ്യൻ അകലുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറയണമെങ്കിൽ ആ മനുഷ്യൻ അവന്റെ ആത്മാവുമായിട്ട് അടുക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ വേറൊരു വഴിയില്ല. എത്ര കണ്ട് ലീഗൽ സിസ്റ്റം ഉണ്ടെങ്കിലും, ജയിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടെങ്കിലും, ബിഹേവിയർ കൺട്രോൾ ചെയ്യാനുള്ള ആസ്പെക്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ CCTV ക്യാമറയുടെ മുന്നിൽ മനുഷ്യൻ വളരെ മാന്യനായിട്ട് പെരുമാറുന്നു, അതിന്റെ പുറകിൽ ചെന്ന് കഴിയുമ്പോൾ അവന്റെ തനി സ്വഭാവം കാണുന്നു എന്ന് പറയുന്നത് പോലെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസ് എൻവയോൺമെന്റിൽ എത്ര കണ്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മാറ്റം വരാതെ സമൂഹത്തിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഈ സമൂഹത്തിനെ എല്ലാവരും സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് ഏത് നിരീശ്വരവാദിയാണെങ്കിലും, യുക്തിവാദിയാണെങ്കിലും, ഭക്തനാണെങ്കിലും, സയന്റിസ്റ്റ് ആണെങ്കിലും അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ ട്രൂത്ത്ഫുൾ ആണെങ്കിൽ അവരൊക്കെ സ്വപ്നം കാണുന്നത്, ആ ദാർശനികരൊക്കെ സ്വപ്നം കാണുന്നത് എന്താണ്? ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി തന്നെയാണ്. കാരണം മനുഷ്യ ആത്മാവിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആനന്ദമയം ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ ആത്മാവിൽ നിന്ന് അകലുന്ന സമയത്ത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൂടി വരും. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കുറയണമെങ്കിൽ ആത്മാവിനോട് അടുക്കണം എന്നുള്ളതാണ്. ഈ പരിഹാരം ആദ്യം പറയുന്ന സമയത്ത് ഇനി പറയുന്ന ആസ്പെക്ട്സ് ആത്മാവിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് നമ്മളിലും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അത് സ്ത്രീയിലായാലും പുരുഷനിലായാലും മുതിർന്നവരിലായാലും ചെറിയവരിലായാലും ഒക്കെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാനും നമ്മളെ തന്നെ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ എൻവയോൺമെന്റിൽ റീസ്ട്രക്ചറിങ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക്, അതായത് നമ്മൾ എല്ലാ വീഡിയോകളിലും തന്നെ അങ്ങനെയാണ്, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് കേസുകൾ മുന്നിൽ വരുന്ന സമയത്തും നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നും നമ്മുടെ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള റിഫ്ലക്ഷനിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്ന ആസ്പെക്ട്സ് തന്നെയാണ് ഈ വീഡിയോയിലും ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും വീക്ഷണങ്ങളിൽ നിന്നും പറയുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ആത്മീയതയുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ആസ്പെക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഏതെങ്കിലും ഒരു ഡിസോർഡറിന്റെ DSM അല്ലെങ്കിൽ ICD പോലുള്ള മാനുവലുകൾ പ്രകാരമായിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസ് ആയിട്ടൊന്നും കണക്കിലെടുക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമായിട്ടൊന്നും കണക്കിലെടുക്കരുത്. ഇത് അൺകൺട്രോളബിൾ ആയിട്ട് വരുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. എന്തൊക്കെയാണ് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകുന്ന ആളുകളിൽ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആണെങ്കിലും ചുറ്റിനുള്ളവരിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത് ബിഗ് ഈഗോയാണ്. അതായത് അതിശക്തമായിട്ടുള്ള ഈഗോ, EGO. ഈ ഈഗോ മതി മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും തകർത്തെറിയാനായിട്ട്. 3 അക്ഷര വാക്കാണ്, വളരെ ചെറിയ വാക്കാണ്, പക്ഷേ ഇതാണ് നമ്മൾ ഏറ്റവും അലിയിച്ചു കളയേണ്ടതും ഏറ്റവും വലുതായിട്ട് മനുഷ്യനെ ആത്മാവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് ബലങ്ങുതടിയായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു കാര്യം. ഈഗോ അലിയിച്ച് കളയും തോറും ഒരു മനുഷ്യൻ കൂടുതൽ കാമായിട്ട് വരികയാണ്, കൂടുതൽ ശക്തനായിട്ട് വരികയാണ്. കാരണം ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം ഈഗോ എന്നത് അവന്റെ ഉള്ളിൽ തന്നെയുള്ള ഞാനെന്നുള്ള ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുന്നതായിട്ടുള്ള ഒരു അഹംഭാവമാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും അതിനുശേഷം വന്ന ചില മനഃശാസ്ത്രജ്ഞരുടെയും ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈഗോയിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈലി ഈഗോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ കാൺ ഹാൻഡിൽ ക്രിറ്റിസിസം, അതായത് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. വിമർശനത്തിനെ ഒട്ടും കേൾക്കാനായിട്ടോ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ പറ്റുകയില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓവർ റിയാക്ഷൻ ചെയ്യും എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനം അവർ നടത്താനുള്ള സാധ്യതയുണ്ട്. ദേ കാൺ ഹാൻഡിൽ ക്രിറ്റിസിസം. അതുപോലെ തന്നെ അവരെ കറക്റ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും പുറത്തുള്ള ആൾക്കാർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തെങ്കിലും ആർഗ്യുമെന്റുകളോ എന്തെങ്കിലും വാഗ്വാദങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതൊന്ന് നിർത്തണമെങ്കിൽ, അതൊന്ന് തീർന്നു കിട്ടണമെങ്കിൽ ഈ ആർഗ്യുമെന്റ് ഒരാൾ അവസാനിപ്പിക്കണം, വിട്ടുകൊടുക്കണം, ലെറ്റ് ഗോ എന്നുള്ള കൺസെപ്റ്റ്. അല്ലെങ്കിൽ അവര് അതിന് വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ എന്ത് ചേഞ്ച് ആണോ വരുത്തേണ്ടത്, ജീവിതത്തിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത്, ലൈഫിലെ ആസ്പെക്റ്റുകളിൽ ടാസ്കുകളിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അത് മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ ഹൈലി ഈഗോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇമോഷണലി ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിട്ടുകൊടുക്കലുകളും വിട്ടുവീഴ്ചകളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇവരുടെ വൈകാരിക പ്രകടനം എന്ന് പറയുന്നത് വളരെ ശിഥിലമായിരിക്കും. ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതവർക്കുണ്ട്, പക്ഷെ അതവർക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള പേരന്റിങ്, അതുപോലെ തന്നെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അബ്യൂസുകൾ,
അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വരെ ഉണ്ടാകാം. പക്ഷെ ഇതൊരിക്കലും ഒരു വ്യക്തി മാനസിക രോഗിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് 6 മാസത്തിലോ അതിലധികമായിട്ടൊക്കെ നീണ്ടു നിൽക്കുന്ന സമയത്ത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അവിടെ ഒരു മാനസിക രോഗം സ്പോട്ട് ചെയ്തേക്കാം. അതാണ് ഞാൻ പറയുന്നത്, അതിന്റെ ഫലമായിട്ടും ചിലപ്പോൾ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി വന്നേക്കാം. അതുപോലെ തന്നെ മാനസിക രോഗത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവണമെന്നില്ല. സാധാരണഗതിയിലുള്ള ആളുകളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ചാഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഒക്കെ ഫലമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെയൊക്കെ ഫലമായിട്ട് ക്യുക്കായിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അതായത് പെട്ടെന്ന് കോപപ്പെടുകയാണ്, ആ കോപത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തെറിവിളികൾ നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സാധാരണ ചെറിയൊരു കാര്യമായിരിക്കും. ഇന്ന് പല വിവാഹമോചന കേസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. വളരെ ചെറിയ കാര്യങ്ങളിലായിരിക്കും അവിടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വാർത്തകൾ അങ്ങനത്തെ വന്നിട്ടുണ്ട്. ഒന്നും ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല, നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് തന്നെ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം. പക്ഷെ ഇന്ന് സമൂഹം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ ലൈഫ് സ്റ്റൈൽ വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ബയോളജിക്കൽ ആസ്പെക്ട്സ് വരെ മനുഷ്യനെ ഇങ്ങനെ ഇമോഷണലി ഇമ്മച്യൂർഡ് ആക്കാനായിട്ട് കാരണമാകുന്നുണ്ടെന്നാണ് എനിക്കൊരു ഹൈപ്പോത്തീസിസ് വെക്കാനുള്ളത്. തീർച്ചയായിട്ടും അതിലൊക്കെ പഠനങ്ങൾ ആവശ്യമാണ്, നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. സോ കലിപ്പൻ എന്ന് പറയുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ക്യുക്കായിട്ട് ഓവർ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലാതെ വേറൊരുത്തിനെ മർദ്ദിക്കുകയോ, അല്ലെങ്കിൽ അവനെ കളിയാക്കി അവൻ ചോദിക്കാൻ വന്ന സമയത്ത് അവനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുക. അത് ആണത്തത്തിന്റെ ഒരു പ്രതീകമല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ശക്തിയുടെ പ്രതീകമല്ല. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ല. ഇറ്റ് ഈസ് നോട്ട് കറേജ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് ഒരു ഹീറോയിക് പരിവേഷം കിട്ടുന്നില്ല എന്നുള്ളത് അവരും അതുപോലെ തന്നെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വ്യക്തികളുടെ പേരെടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, എങ്കിലും തീർച്ചയായിട്ടും പൊളിറ്റിക്സിലൊക്കെ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഒരു ഉദ്യോഗസ്ഥ, ഒരു ഫിലിം ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്റെ മുഖത്ത് അടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മർദ്ദനത്തിനെ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് പറയുക. ഇപ്പൊ അവർക്ക് അടി കൊണ്ടതിന് കാരണമുണ്ടാകാൻ കാരണമില്ലാതിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ നിരപരാധികൾക്കും മർദ്ദനം കിട്ടുന്നുണ്ട്. ഇനി നിരപരാധി അല്ലെങ്കിൽ കൂടെ ഒരാൾക്ക് വേറൊരാളെ അടിക്കാനുള്ള ഒരു അവകാശമില്ല, അതിനുള്ള ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ക്യുക്കായിട്ടുള്ള റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഈ ലോകം എങ്ങനെ ആയി തീരും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഇത്തരത്തിലുള്ള അഗ്രഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുതലെടുക്കാനായിട്ട് ഒരുപാട് ശക്തികൾ ഉണ്ടെന്നുള്ളതാണ്. രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഇടികൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇടിയുണ്ടാക്കിയ സമയത്ത് അതിന്റെ ഇടയിൽ വന്ന് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കനാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. ആ കുറുക്കൻ പല നിഗൂഢ ശക്തികളുടെയും ഒരു റെപ്രസെന്റേറ്റീവും കൂടിയാണ്. അഗ്രഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റം ചെയ്ത ആൾക്കാരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും കുറ്റം ചെയ്തവരെ ന്യായീകരിക്കുന്നതല്ല, അവർ തീർച്ചയായിട്ടും ശിക്ഷയ്ക്ക് അർഹരാണ്. പക്ഷെ അഗ്രഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി വാളെടുത്തവൻ വാളാൽ തന്നെ തീരും എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തന്നിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള വേ ആണ് വേണ്ടത്. അഗ്രഷനെതിരെ അഗ്രഷൻ, അല്ലെങ്കിൽ ഫയറിനെതിരെ ഫയർ അല്ല നമുക്ക് ആവശ്യം. അതിന് പകരമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥ സ്ലോ ആണെങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ വേണ്ടിവരും, അല്ലെങ്കിൽ അതിനെ ശക്തമാക്കാനുള്ള പ്രോസസ്സുകൾ വേണ്ടിവരും. കാലത്തിനനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ വ്യവസ്ഥിതികൾ മാറ്റി എഴുതുക തന്നെ വേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഇന്റലക്ച്വൽസും അഗ്രഷന്റെ പാതയിലൂടെ നന്മ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അഗ്രസീവ് നന്മവരങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആങ്കർ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതായത് ഉള്ളിലുള്ളതാണ് പുറത്ത് കാണുന്നത്. അപ്പം ഹാപ്പിനെസ്, ചിലർ പെട്ടെന്ന് ഹാപ്പി ആകുന്നു, ഹാപ്പിനെസിന്റെ പുറത്ത് പല വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവസാനം അവർ തന്നെ വെട്ടിലാകുന്നു. എല്ലാ ഇമോഷൻസും ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഔട്ട്ബേസ്റ്റുകൾ ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയുടെ ഒരു ലക്ഷണമാകാനുള്ള സാധ്യതയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. സർഫേസ് ലെവലിൽ മാത്രം മറ്റുള്ളവരെ അഡ്രസ്സ് ചെയ്യുകയും, അതായത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ചുറ്റിനുള്ളവരെ സർഫേസ് ലെവലിൽ മാത്രം കാണാം, ഡീപ്പർ ലെവലിലേക്ക് പോകുന്നില്ല. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ പറ്റാത്ത ആബ്സെൻസ് ഓഫ് എംപതി, അല്ലെങ്കിൽ ദേ ഡോണ്ട് എക്സിബിറ്റ് എംപതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയുടെ മറ്റൊരു ലക്ഷണമാണിത്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ദേ ആർ അണേബിൾ ടു വാക്ക് ഇൻ ദ ഷൂ ഓഫ് അതർ പേഴ്സൺ. മറ്റുള്ള ആളുടെ ആ ഒരു അവസ്ഥ എന്താണ്, അവന്റെ ഫീലിംഗ് എന്താണ്, അല്ലെങ്കിൽ ഒരു കൊഗ്നിറ്റീവ് എംപതി ആണെങ്കിലും അവൻ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ സിമ്പതി പോലുള്ള കാര്യങ്ങൾ പോലും ഇന്ന് ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു കാര്യം നമ്മൾ കാണുന്നത് ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ഉള്ള ആളുകളിൽ അതിശക്തമായിട്ട് ഈ എംപതിയുടെ അഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനായിട്ട് പറ്റുന്നില്ല.
അത് അവരുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞതുപോലെ വളർച്ചാ ഘട്ടത്തിലുള്ളതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല കാരണങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വൈകാരിക അപക്വതയുള്ള ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ലൈഫ് ഭയങ്കര ഹാർഡ്ഷിപ്പായിട്ട് തോന്നും. അതുപോലെ തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ പേരിലായിരിക്കും കുറ്റം വരുന്നത്. നിങ്ങളാണ് അത് ചെയ്തതെന്നുള്ള രീതി വരും. നിങ്ങളായിരിക്കില്ല അത് സ്റ്റാർട്ട് ചെയ്തതും അതിന്റെ കാരണവും. ഈ വ്യക്തിയുടെ തന്നെ പ്രവർത്തനങ്ങളായിരിക്കും അതിന്റെ കാരണം. പക്ഷെ നിങ്ങൾ അതിനെ ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു അതിശക്തമായിട്ടുള്ള ഈഗോ, എമ്പതിയുടെ കുറവ്, ഇതിന്റെ എല്ലാം ഫലമായിട്ട് അവരെന്ത് ചെയ്യും? നിങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യും. ഓൾറെഡി ഇവർ ഇമോഷണലി ഔട്ട്ബേഴ്സ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫയർ ടു ഫയർ ആവും. ഫയറും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫയർ ആയിരിക്കും അവിടെ ഉണ്ടാവുള്ളൂ, മൊത്തത്തിൽ തീ പിടിച്ചു പോകുന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കാമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർ ശാന്തമാകുന്ന സമയത്ത് സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമാണ് അവിടെയുള്ള വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവേശകരമായിട്ട് ഇവർ തീരുമാനം എടുക്കും. ആ തീരുമാനം പാളിപ്പോയെങ്കിൽ അതിന്റെ കുറ്റം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആൾക്കാർക്കായിരിക്കും. അതുപോലെ എന്ത് കാര്യത്തിലാണെങ്കിലും അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ പരാജയപ്പെടുമ്പോഴോ ഒക്കെ അതിന്റെ കാരണം മറ്റുള്ളവരായിരിക്കും. ഇവര് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവവും ഇത്തരത്തിൽ വൈകാരിക അപക്വതയുടെ മറ്റൊരു ലക്ഷണമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലെയും നമ്മുടെ ചുറ്റിനുള്ളവരുടെയും ഈ വൈകാരിക അപക്വത കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഉള്ളിൽ ഗ്രഡ്ജ് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഫോം ചെയ്തതായിരിക്കാം. മറ്റുള്ളവർ നമ്മളെ അറിഞ്ഞോ അറിയാതെ ഹർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത പെരുമാറ്റങ്ങൾ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആ പെരുമാറ്റം ലോജിക്കൽ ആയിരിക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇമോഷണലി ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് ഗ്രഡ്ജ് ഉള്ളിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോടുള്ള പക ഉള്ളിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പെട്ടെന്നുള്ള വികാരങ്ങളും പെട്ടെന്നുള്ള ആവേശകരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന അവസ്ഥയൊക്കെ ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് കാര്യം കാണുമ്പോഴും അതിനെ സർഫേസ് ലെവലിൽ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഡീപ്പർ ലെവലിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഇതിനെ കുറയ്ക്കാനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. ലുക്ക് ബിയോണ്ട് ഫസ്റ്റ് ഇംപ്രഷൻസ്. ഇപ്പൊ കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി വളരെ അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം കാണുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ പറയുകയാണ്, ഓ ഇവർ എത്ര സന്തോഷകരമായിട്ട് ജീവിക്കുന്നു, പക്ഷെ നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അതിന്റെ കാരണം നിങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലെ ആകേണ്ടതുണ്ട് എന്ന് പറയുന്ന സമയത്ത്, കാരണം ഇവര് ഡീപ്പായിട്ട് ആ വീഡിയോ ചെയ്ത ആളുകൾ ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പോലും ആയിരിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ആളുകൾ മറ്റുള്ളവരുടെ നെഗറ്റീവിനെയും പ്രൊജക്ട് ചെയ്ത് കാണിക്കും, അവരവരുടെ പോസിറ്റിവിറ്റിനെയും പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് ഡീപ്പർ ലെവലിൽ എന്ത് എന്നുള്ള കാര്യകാരണങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മാവിനോട് കൂടുതൽ അടുക്കുകയാണ്. അതുപോലെ തന്നെ പെർഫെക്ഷനിസം വലിയൊരു പ്രശ്നമാണ് ഇന്ന് ആളുകൾക്ക്. പല ആളുകൾക്കും അവരുടെ കർമ്മം കണ്ടെത്തിയിട്ടും അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. രത്നങ്ങൾ കയ്യിൽ വെച്ചിട്ടും അഴുക്കുചാലുകളിൽ പോയിട്ട് തിരയേണ്ടതായിട്ടുള്ള അവസ്ഥ ചില ആളുകൾക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെർഫെക്ഷൻ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ തന്നെ ഇംപെർഫെക്ഷൻസിനെയും ഫ്ലോസിനെയും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനിരിക്കുക എന്നുള്ളതിലുപരിയായിട്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ മുന്നിൽ അപ്പോൾ ഉള്ള സമയത്തെ എടുക്കുക. ടേക്ക് ദ കറണ്ട് മൊമെന്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ആ സമയത്തിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് പോവുകയും ചെയ്യുള്ളൂ. പിന്നെ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി കുറച്ച് മച്യൂരിറ്റി പ്രാപിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശിശുഭാവമുണ്ട്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഈ ശിശുഭാവത്തിനെ അഡ്രസ്സ് ചെയ്യുക. നമ്മുടെ കുട്ടിക്കാലത്ത് വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ചൈൽഡ് ആയിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ശിശുഭാവത്തിനേറ്റ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് വേദനകൾ ഉണ്ടായിരിക്കും. അതിനെ മനസ്സിലാക്കണം. അതെന്തിനെയൊക്കെയാണ് ആ ചൈൽഡ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിന്റെ നെഗറ്റിവിറ്റീസിനെ കുറയ്ക്കാനും പോസിറ്റിവിറ്റീസിനെ ഇംപ്രൈസ് ചെയ്യാനും ശ്രമിക്കുന്ന സമയത്ത്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത്, ബേസിക്കലി ഒരു പക്ഷേ അത് ആത്മാവിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കാം. നമ്മളതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇമോഷണൽ മച്യൂരിറ്റി പ്രാപിക്കാൻ കഴിയും. ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു ബോധമണ്ഡല വികാസമാണ്. ബോധമണ്ഡലത്തിന് വികാസം പ്രാപിക്കും തോറും നമ്മൾ നമ്മുടെ ആത്മനുമായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടു വാല്യൂവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം. ഇന്ന് പല ആൾക്കാരും എത്തിക്സിനും മൊറാലിറ്റിക്കും ഒന്നും യാതൊരു പ്രാധാന്യവും ഇല്ല, വാല്യൂസിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അത്തരത്തിലുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വാല്യൂവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇമോഷണൽ മച്യൂരിറ്റി പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഇതിന് വിരുദ്ധമായിട്ട് പോകുന്ന സമയത്ത് പല ഡോൺസും, അതായത് പാപങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് തെറ്റുകൾ ചെയ്യും. അതായത് ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. ആ ലോ എന്ന് പറയുന്ന ആ കാർമിക് ലോയിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ ചെയ്ത പ്രവർത്തികൾക്ക് തന്നെ അവർക്ക് തിരിച്ചു കിട്ടുക, അല്ലാതെ ദൈവം ശിക്ഷിക്കുന്നതല്ല. ഒരു വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഗിയർ ഇട്ട് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ അത് മുന്നോട്ടേ പോവുള്ളൂ, നമ്മുടെ പ്രവൃത്തിയാണത്. അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് വരും. സെയിം, നമ്മൾ എന്താണോ ഇനിഷ്യലി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ദ വീൽ ഓഫ് കർമ്മ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു ഓൾഡ് മാൻ ഇൻ ദ സ്കൈ ആരെ ശിക്ഷിക്കാനിരിക്കുകയല്ല. ഒരുത്തന്റെ വിജയപരാജയങ്ങളൊക്കെ അവൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു എംപതറ്റിക് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കുക. മുഴുവൻ കേട്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു എംപതറ്റിക് കമ്മ്യൂണിക്കേറ്റർ. മറ്റുള്ളവർ പറയുന്നത്, അവരുടെ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടുകയാണ്. എനിക്ക് എൻ്റെ ഉള്ളിലെ കൂടുതൽ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എനിക്ക് സാധിക്കുകയാണ്. അതാണ് ഒരു എംപതറ്റിക് ലിസണിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസേർട്ടീവ് ആയിക്കൊണ്ട് വേണം ഈ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടാനായിട്ട്. യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും വികാരങ്ങൾക്ക് അതീതമായിട്ട് നമുക്കൊരു കാമായിട്ടുള്ള വേയിൽ പറയാനായിട്ട് സാധിക്കണം, ഫലിപ്പിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. എംപതറ്റിക് ലിസണർ ആകുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ സാധിക്കുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ അപ്പുറത്തേക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളും ചിലപ്പം ഇമോഷണൽ ഇമ്മച്വർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ബിഗ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതും അവരെ ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഗതിയും ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് അറ്റ കൈക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് തീയെ തീ കൊണ്ട് നേരിടാൻ സാധിക്കില്ല. അഗ്രഷനെ അഗ്രഷൻ കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ പരാജയമാണ്. യുദ്ധത്തിൽ ഇരു കക്ഷികൾക്കും പരാജയമാണ് ഉണ്ടാകുക. അതുകൊണ്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകൾ നമ്മളെക്കാളും ശക്തരാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ശക്തി എന്നുള്ളതിലുപരിയായിട്ട് എപ്പോഴും അറ്റാക്ക് അല്ലെങ്കിൽ അഗ്രഷൻ, ആക്രമണം എന്ന കാര്യത്തിന് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് വിഡ്ഢികളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. കാരണം അവർക്കറിയില്ല ഈ ഭൂമി സ്വർഗമാക്കി മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ളത്. ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ശാന്തമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി മാത്രമേ ഇമോഷണലി ഇമ്മച്വേർഡ് ആണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഡീപ് ബ്രീത്തിങ് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത്, നിങ്ങൾക്കും നിങ്ങളുടെ നിയന്ത്രണം പോകുമെന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ കടിഞ്ഞാൺ നമുക്ക് കിട്ടുന്നുള്ളതാണ്. നമ്മുടെ ശ്വാസത്തിലാണ് നമ്മൾക്ക് തന്നെ നമ്മളുടെ മേലുള്ള കടിഞ്ഞാണിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളുടെ ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഒന്ന് കാം ചെയ്യാനായിട്ട്, ലോജിക്കൽ ബ്രെയിനിന് പ്രവർത്തിക്കാനായിട്ടുള്ള സമയം കൊടുക്കാനായിട്ടും നമ്മുടെ ശരീരത്തിന് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോൾ പ്രതികരിക്കുന്നതിന് പകരം ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, കാമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇമോഷണലി ഇമ്മച്വേർഡ് ആയിട്ടുള്ള ആളോടൊപ്പം ഉള്ള ഒരു ജീവിതമാണെങ്കിലും നമ്മുടെ ഉള്ളിലെ തന്നെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റിനെ മറികടക്കാനായിട്ടും കാമായിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിത്വം ആകാനും ഒക്കെ സാധിക്കും. ഇതൊന്നും സ്വയം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളുടെയോ പ്രവർത്തനങ്ങൾ 6 മാസത്തിലോ അതിലധികമോ ആയിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം അവിടെ ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ടുള്ള ഒരു മടിയും കാണിക്കാതിരിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആവശ്യമാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടുള്ള സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഒരുവന്റെ സാധാരണ രീതിയിലുള്ള ജീവിതത്തിലെ കാര്യങ്ങളെ മറികടക്കാതെ അല്ലെങ്കിൽ അതിനെ ഇൻ കൺട്രോൾ ആക്കാതെ, അതിനെ ടൈം ചെയ്യാതെ അവൻ അടുത്ത ആസ്പെക്റ്റിലേക്ക് വളരുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്, അല്ലെങ്കിൽ ഇമ്പോസിബിളുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയ വളർച്ചയിലേക്ക് പോകുന്ന സമയത്ത് ബോധമണ്ഡലത്തിന്റെ വികാസം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആത്മാവിന്റെ സ്വരം ശ്രവിക്കാനായിട്ട് സാധിക്കും. ഇൻഡ്യൂഷൻ നല്ല രീതിയിൽ അത് ട്യൂണിൻ ആകും. ഒരുപാട് സിങ്ക്രോണിസിറ്റീസ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സിങ്ക്രോണിസിറ്റീസ് ഒക്കെ കാണണമെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് നല്ല കാമായിട്ടിരിക്കണം. ആ സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്നുള്ള അന്വേഷണം നടത്താൻ പറ്റും. എല്ലാത്തിലും പ്രധാനം, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും പ്രധാനമാണ് നിങ്ങളുടെ കർമ്മം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ കർമ്മത്തിനെ കണ്ടെത്തുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത്, ബോധമണ്ഡല വികാസം പ്രാപിക്കുന്ന സമയത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ കർമ്മത്തിനെ കണ്ടെത്തിക്കൊണ്ട്
അത് വൃത്തിയായിട്ട് ചെയ്യ്, അതിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകൂ. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ദൈവപുത്രന്മാരാകും, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വാഹകരാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.